ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വിവാഹത്തിന് 8 മാസം ശേഷം ഭർത്തൃവീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണമുള്ള വീഡിയോ പങ്കുവച്ച് യുവ അധ്യാപക ജീവനൊടുക്കി. സൃഷ്ടി കാന്താരി എന്ന യുവതിയാണ് ജീവനൊടുക്കിയത്. 2025 നവംബറിലാണെന്നു സൃഷ്ടിയുടെ വിവാഹം. മരണത്തിന് മുൻപ് സൃഷ്ടി തന്റെ അമ്മയ്ക്ക് അയച്ച വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഭർത്താവ് സൗരഭ് രതൂരിക്കെതിരെയും ഭർത്തൃവീട്ടുകാർക്കെതിരെയും ഗുരുതര ആരോപണം ഉന്നയിച്ചാണ് സൃഷ്ടി കാന്താരി ജീവനൊടുക്കിയത്. അമ്മയെ പൊറുക്കണം, ഞാൻ പോകുകയാണ്. കഴിഞ്ഞ 6 മാസമായി ഞാൻ കുറെ അനുഭവിച്ചു. ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് യുവതി അമ്മയ്ക്കയച്ച വീഡിയോയിൽ കരഞ്ഞുകൊണ്ട് പറയുന്നു. വീട്ടുകാർ ഒരിക്കലും അവരുടെ ചിന്താഗതി മാറ്റില്ല. വിവാഹശേഷം ഇങ്ങനെ തന്നെയാണ് ഇവർ പെരുമാറുന്നത് എന്നും യുവതി പറയുന്നുണ്ട്. अब 6 महीने से सह रही हूँ, अब और सह ही नहीं जाता। इन लोगों की सोच कभी चेंज ही नहीं हो सकती। सिर्फ सुनाते रहते शादी के बाद हुआ, शादी के बाद हुआ। मनोज പോലീസിന് നൽകിയ പരാതിയിൽ യുവതി ഭർത്തൃവീട്ടിൽ നിന്ന് നിരന്തരം മാനസിക പീഡനം നേരിട്ടിരുന്നുവെന്നും ദുശ്ശകുനമെന്ന് വിളിച്ചിരുന്നെന്നും വീട്ടിലുണ്ടായിരുന്ന എന്ത് പ്രശ്നത്തിനും മൂല കാരണമാണ് യുവതിയെന്ന് ആരോപിച്ചിരുന്നെന്നും അമ്മ സീമ കാന്താരി പറയുന്നു. വിവാഹത്തിന് മാസങ്ങൾക്ക് ശേഷം യുവാവിന്റെ പിതാവിന് ഹൃദയാഘാതമുണ്ടായി. ഇതിനു പിന്നാലെ കാരണം അന്വേഷിച്ച് കുടുംബം പൂജാരിയെ സമീപിച്ചു. പുതുതായി വന്ന മരുമകളുടെ ശകുനം ശരിയല്ല എന്നായിരുന്നു പൂജാരി കണ്ടെത്തിയ പ്രശ്നം. ഇതിനു പിന്നാലെ യുവതിക്കെതിരെ കുടുംബം തിരിഞ്ഞു. യുവതി ജീവനൊടുക്കിയതിന് 3 ദിവസം മുൻപ് ഹൃദയാഘാതം വന്ന് കിടപ്പിലായിരുന്ന ഭർത്തൃപിതാവ് മരിച്ചിരുന്നു. പിന്നാലെ യുവതിക്ക് നേരെ കടുത്ത മാനസിക പീഡനമാണ് ഭർത്തൃവീട്ടുകാർ അഴിച്ചുവിട്ടതെന്ന് യുവതിയുടെ കുടുംബം ആരോപിച്ചു. इसके बाद मृतिका की जो माताजी हैं उनकी तरफ से एक तहरीर दी गई है, जिसमें जो मृतिका हैं इनकी सास, इनके पति और इनकी ननद के विरुद्ध विभिन्न प्रकार के प्रताड़ना के आरोप लगाए गए हैं और इसमें जिस कारण से मृतिका के द्वारा आत्महत्या कारित की गई है और वर्तमान में इस मुकदमे की विवेचना की जा रही है और जो भी इसमें साक्ष्य पाए जाएंगे उसके अनुसार इसमें कार्रवाई की जाएगी. യുവതിയുടെ വീഡിയോ കണ്ടതോടെ വീട്ടുകാർ ഭർതൃഗൃഹത്തിലേക്കെത്തി. എന്നാൽ അസുഖമായതിനാൽ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്നാണ് അവിടെ നിന്നറിയാൻ കഴിഞ്ഞത്. തുടർന്ന് ആശുപത്രിയിലെത്തിയ കുടുംബം യുവതിയുടെ മരണവാർത്തയാണ് അറിയുന്നത്. സംഭവത്തിൽ യുവതിയുടെ ഭർത്താവിനെതിരെയും ഭർത്തൃവീട്ടുകാർക്കെതിരെയും ഗാർഹിക പീഡനത്തിനും സ്ത്രീധന പീഡനത്തിനും വകുപ്പുകൾ ചുമത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.